ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു. 4 മണിക്ക് എഴുന്നേൽക്കാൻ കാരണം ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കുന്ന ദിവസമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരത്തെ എഴുന്നേറ്റത്. അപ്പം അനിയന് പണിക്ക് പോകണം, അപ്പം ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ചേട്ടന് ഇന്ന് പണിയില്ല കേട്ടോ. അപ്പോൾ ചോറും കൊണ്ടുപോകണം. അപ്പോൾ എന്നാൽ കാപ്പിക്ക് 10 മണിക്കത്തേക്ക് ഇടിയപ്പം കൊടുത്തു വിടാമെന്ന് കരുതി. അപ്പം ഇപ്പോൾ എല്ലാവർക്കും പണി ഇല്ലാത്ത ദിവസം സൺഡേ ഒക്കെയാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് കേട്ടോ ഏക്കത്തുള്ളൂ. പണിക്ക് പോകണ ദിവസം ഇത്രയും നേരത്തെ എണീറ്റെങ്കിലാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഉണ്ടാക്കൽ ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ നേരത്തെ എഴുന്നേൽക്കും കേട്ടോ. അപ്പോൾ തലേദിവസം ഞാൻ ഗ്രീൻ പീസൊക്കെ വേവിച്ച് വെച്ചിട്ട് കിടന്നത് കൊണ്ട് എനിക്ക് രാവിലെ അത്രയും പണി കുറഞ്ഞ് കിട്ടി. കാരണം ഗ്രീൻ പീസ് വേവിക്കൽ ഭയങ്കര പാടാണ് കേട്ടോ. വേകാൻ തന്നെ ഭയങ്കര പാടാണ്. പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് കിഴങ്ങും ക്യാരറ്റും വേവിച്ചെടുത്തിട്ട് പിന്നെ ഗ്രീൻ പീസിലിട്ട് കറിയൊക്കെ ഒന്ന് റെഡിയാക്കി കറിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ചേട്ടൻ ഹാളിൽ കൂടെ നടപ്പുണ്ട് കേട്ടോ. അത് അവരൊന്ന് നിഴൽ കാണുന്നത്. അപ്പോൾ ഇടയ്ക്ക് വാവ എഴുന്നേറ്റായിരുന്നു. അപ്പോൾ വാവേനെ കുറച്ച് നേരം കൊണ്ട് നടന്നിട്ട് വീണ്ടും കൊണ്ട് കിടത്തി. അതിന് ശേഷം എനിക്ക് തേങ്ങയൊക്കെ ചിരണ്ടി തന്നതിന് ശേഷമാണ് കേട്ടോ ചേട്ടൻ പിന്നെയും പോയത്. അപ്പോൾ ഹാളിൽ കൂടെ നടക്കുന്നതിൻ്റെ ആ ഒരു നിഴലാണ് അതിലേ കാണുന്നത്. അതിന് ശേഷം ഞാൻ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുവാണ് കേട്ടോ. എനിക്ക് എന്താ പറയണത്, കുക്കിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് കേട്ടോ. അത് എന്തൊക്കെ ഇതാണെങ്കിലും ഞാൻ ഇങ്ങനെ പുതിയ പുതിയ പരീക്ഷണങ്ങളിലേക്ക് കടക്കും. ഇപ്പോൾ കുറേ പച്ചക്കറി ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ പുതിയതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ നോക്കും കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എത്ര ഉറക്കം നിന്നാലെങ്കിലും അല്ലെങ്കിൽ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ എത്ര ഉറക്കം നിൽക്കാനും എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, ഒരു മടിയില്ല. ഇപ്പോൾ പാതിരാത്രിക്കൊക്കെ ആണെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കണം തോന്നിക്കഴിഞ്ഞാൽ അന്നേരം ഇട്ട് റെഡിയാക്കും കേട്ടോ. ഓണത്തിൻ്റെ സീസണൊക്കെ വരുമ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ഉറങ്ങത്തേ ഇല്ല. തലേ ദിവസം ഉണ്ടാക്കാനുള്ള കറികളെല്ലാം തലേദിവസം ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ കിടക്കത്തുള്ളൂ. അതായത് അച്ചാറുകൾ പിന്നെ കാളൻ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഞാൻ തലേദിവസം ഉണ്ടാക്കി വെക്കും കേട്ടോ. ഇഞ്ചിക്കറി അതൊക്കെ തലേദിവസം ഉണ്ടാക്കി വെക്കും. അതൊക്കെ എത്ര എന്താ പറയുക താമസിച്ചാണെങ്കിലും 2 മണിക്കാണെങ്കിലും 3 മണിക്കാണെങ്കിലും ആ ഒരു സമയത്താണ് കഴിയണമെങ്കിൽ അന്നേരം അങ്ങ് കിടക്കും കേട്ടോ. കാരണം കുക്കിംഗ് എന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകണമെന്നില്ല കേട്ടോ. ചിലർക്ക് കുക്കിങ്ങിനോട് അങ്ങനെ പുറകോട്ടാണ്, ഭയങ്കര മടിയാണ്. പക്ഷേ എനിക്ക് പലഹാരം ഉണ്ടാക്കലും അതേപോലെ കറികളൊക്കെ ഉണ്ടാക്കൽ അതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഇത് എത്ര റിസ്ക് എടുത്തും ഞാൻ ചെയ്യാൻ നിൽക്കും കേട്ടോ. അപ്പം നല്ല ഉറക്കക്ഷീണമുണ്ട് എനിക്ക്. എന്നാൽ പോലും ഞാൻ ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാൻ അത്രയ്ക്ക് വലിയ ഇതൊന്നും കാണിക്കാത്ത കേട്ടോ. അങ്ങനെ ഇടിയപ്പമൊക്കെ റെഡിയാക്കുവാണ്. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് വെള്ളമൊക്കെ എല്ലായിടത്തും സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ തലേദിവസം കിടക്കുന്നത്. ഇപ്പം എനിക്കൊരു പ്ലാനുണ്ട് മനസ്സിൽ. ഇന്ന സമയത്ത് ഇപ്പം നാളെ എന്താണ് ഉണ്ടാക്കേണ്ടത്, മറ്റന്നാൾ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ തലേദിവസം പ്ലാൻ ചെയ്ത് വെക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ ഇപ്പം നാളെ ഇപ്പോൾ ഇടിയപ്പമാണ് ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് രാത്രിക്ക് എല്ലാം സെറ്റ് ചെയ്ത് അടുപ്പിച്ച് വെക്കും. ഇടിയപ്പത്തിനുള്ള കറിയുടെ സാധനങ്ങളും ഇടിയപ്പത്തിൻ്റെ സാധനങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് എളുപ്പമാണ് കേട്ടോ. അങ്ങനെ നല്ല കുറുകിയ ഗ്രീൻ പീസ് കറിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ രാവിലെ എഴുന്നേറ്റ് ഉടനെ അതാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പം 4 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് അതൊക്കെയാണ് ആദ്യം റെഡിയാക്കി വെച്ചത് കേട്ടോ. ഇനിയിപ്പം അനിയന് 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കൊടുത്തു വിടണം. 10 മണിക്കത്തേക്ക് ഇടിയപ്പവും കറിയും കൊടുത്തു വിടാമെന്ന് കരുതി, ഉച്ചക്കത്തേക്ക് ചോറ് കൊടുത്തു വിടാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ പിന്നെ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നത്തെ വീഡിയോ അനിയനൊക്കെ പോയതിനൊക്കെ ശേഷം പിന്നെ ഞാൻ കാപ്പിയൊക്കെ കുടിക്കുന്നതാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ മേക്കപ്പ് ഇട്ടേക്കണേ എന്നാ വെച്ചാൽ ഇതിനിടയ്ക്ക് 3-4 ഷോർട്സ് എടുക്കാൻ വേണ്ടി പോയായിരുന്നു കേട്ടോ ഞാൻ. അപ്പം അതുകൊണ്ടാണ് ചെറിയൊരു മേക്കപ്പ് ഇട്ടേക്കണേ. കാരണം ഞാൻ കുളിച്ചിട്ടില്ലായിരുന്നു. വെറുതെ എന്നാ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകിയപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് പുരിയൊക്കെ നെരുകി സിന്ദൂരമൊക്കെ ഒന്ന് തൊട്ടിട്ട് 2-3 ഷോർട്സ് എടുക്കാമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഒരുങ്ങിയതാണ് കേട്ടോ. അങ്ങനെ അമ്പാടിനെ കുളിപ്പിച്ചു, കുഞ്ഞുവാവേനെയും കുളിപ്പിച്ചു. ഇനിയിപ്പോൾ അമ്പാടിയുടെ മുടിയൊക്കെ ഉണങ്ങിയതിന് ശേഷം ഞാൻ കെട്ടിക്കൊടുക്കത്തുള്ളൂ. അവൻ ഉറങ്ങിയതിന് ശേഷമാണ് അവനെ മേക്കപ്പൊക്കെ ഇടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അമ്പാടിക്ക് ഞാൻ ഇടിയപ്പവും പിന്നെ പാലൊക്കെ കൊടുക്കാം കേട്ടോ. സൈഡിൽ പാല് ഞാൻ ചേട്ടനോട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ചൂടായതുകൊണ്ട് ചേട്ടൻ തണുപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ ആ സമയത്ത് കുഞ്ഞുവാവയ്ക്ക് ഞാൻ കുറുക്കൊക്കെ കൊടുത്തതിന് ശേഷം അവനെ കിടത്തിയേക്കുവാണ് കേട്ടോ. അപ്പം അമ്പാടി അങ്ങനെ ഇങ്ങനെ ഇടിയപ്പം തിന്നാറില്ല. ഇതൊക്കെ മുന്നേ കൊടുത്തപ്പോൾ ഒന്നും തിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നെന്തോ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവർ കഴിക്കുന്ന സമയത്ത് അങ്ങ് കൊടുക്കാമെന്ന് വെച്ചു. പിള്ളേർ 2 പേരും രാവിലെ 8 മണിയൊക്കെ ആകുമ്പോൾ കുളിപ്പിക്കും കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു പണി അത്രയും അങ്ങ് കുറഞ്ഞ് കിട്ടി. അങ്ങനെ ഞാൻ ഹായ് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അമ്പാടി ഹായ് കൊടുത്തു കേട്ടോ. ഇന്നത്തെ ദിവസം എനിക്ക് തീരെ വയ്യാത്തൊരു ദിവസമാണ്. കാരണം എനിക്ക് കഴിഞ്ഞ മാസം, അതായത് ഫെബ്രുവരിയിൽ എനിക്ക് പീരീഡ്സ് ആയില്ല കേട്ടോ. എനിക്ക് എല്ലാ മാസവും കറക്റ്റായിട്ട് 19-ാം തീയതിയാണ് എനിക്ക് ഡേറ്റ് വരാറ്. 19-ാം തീയതി അല്ല എങ്കിൽ 20-ാം തീയതി, അത് കഴിഞ്ഞ് പോകത്തില്ല കേട്ടോ. ഒരു ദിവസത്തെ കയറ്റിറക്കത്തിലൊക്കെയാണ് വരുന്നത്. പക്ഷേ എനിക്ക് പിന്നെ ഫെബ്രുവരിയിൽ പീരീഡ്സ് ആകാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനും സങ്കടവും ദേഷ്യവും എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം എന്താ പറ്റിയെന്ന് നമുക്കറിയില്ല. എനിക്ക് സിസേറിയൻ കഴിഞ്ഞിട്ട് 7 മാസം ആയിട്ടേ ഉള്ളൂ കേട്ടോ ഇപ്പം.
അപ്പം എന്താണ് പറ്റിയത് എന്നാ കാരണം അതുവരെ ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാ മാസവും കറക്റ്റായിട്ടായിട്ട് ഈ ഒരു സമയത്ത് എന്ത് പറ്റിയെന്നുള്ള ആകെ ഒരു അങ്കലാപ്പും ടെൻഷനും ഒക്കെ എനിക്കുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന ദിവസം എനിക്ക് പീരീഡ്സ് ആയി. എനിക്കത് ഭയങ്കര സന്തോഷമായി. എന്നാൽ എനിക്ക് ഒരു കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് വരെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഞാൻ വേഗം പോയി മേലൊക്കെ ഒന്ന് കഴുകി തിരിച്ച് വരുന്നവരെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. അതിന് ശേഷം പിന്നെ അങ്ങ് വീണ് പോയി കേട്ടോ. വീണ് പോയെന്ന് വെച്ചാൽ എനിക്ക് സാധാരണ നോർമലി എല്ലാവർക്കും വരും പോലെ പീരീഡ്സ് പെയിൻ അങ്ങനെയല്ല എനിക്ക് വന്നത്. ആ ഒരു സിസേറിയൻ ചെയ്ത ഭാഗത്ത് ആ ഒരു മുറിവിൻ്റെ ഭാഗത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വേദന, അതായത് ഈ സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ് കേട്ടോ വന്നത്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് തിരിഞ്ഞ് കിടക്കാനും പറ്റണില്ല, മലന്ന് കിടക്കാനും പറ്റണില്ല, ശ്വാസം വിടാനും ഒന്നും പറ്റാത്തൊരു ഭയങ്കര പിടിച്ച് കെട്ടും പോലെയുള്ളൊരു വേദന. എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും വലിയ വേദന സിസേറിയൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോലും ഇത്രയും വലിയ വേദന ഞാൻ അനുഭവിച്ചിട്ടില്ല കേട്ടോ. ഭയങ്കര വേദന എന്ന് വെച്ചാൽ എനിക്ക് ഒരാളോട് മിണ്ടാൻ പോലും പറ്റണില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാനങ്ങ് വീണ് പോയി. കാരണം ഇതായെന്ന് മനസ്സിലായപ്പോൾ തന്നെ ഞാൻ പിന്നെ വേഗം പോയി മേലൊക്കെ ഒന്ന് കുളിച്ചു കേട്ടോ. ഞാൻ പകലങ്ങനെ തല നനയ്ക്കാറില്ല കേട്ടോ. കാരണം ഭയങ്കര ചൂടായതുകൊണ്ടും എനിക്കിങ്ങനെ മുടി ഇങ്ങനെ നനഞ്ഞ മുടി ഇങ്ങനെ അഴിച്ച് അത് ഉണങ്ങണ വരെയൊക്കെ ഇടുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു ഈർച്ച. അതുകൊണ്ട് പകൽ തല നനയ്ക്കാറില്ല കേട്ടോ. വേഗം പോയി മേലൊക്കെ കുളിച്ച് അങ്ങനെ വേഷമൊക്കെ മാറിയിട്ട് വന്നൊക്കെ ഇരുന്ന് ഇപ്പോൾ ഈ പെട്ടെന്നാണ് കേട്ടോ ഇങ്ങനെ വേദന വന്നത്. അങ്ങനെ ഞാൻ പിന്നെ വേഗം കൊച്ചിനെ ഉറക്കിയിട്ട് കയറി കിടന്ന്. എനിക്ക് ഒട്ടും പറ്റണില്ല കേട്ടോ. അതിനുശേഷം അങ്ങ് കിടന്നെല്ലാം കഴിഞ്ഞിട്ട് തിരിഞ്ഞു മറിഞ്ഞൊന്നും കിടക്കാൻ പറ്റില്ല. അപ്പോൾ അതേ അമ്പാടി ഇടയ്ക്ക് കയറി വന്ന് എന്നെ വിളിക്കുവാണ് കേട്ടോ. അവൻ്റെ വേഷം മാറി എന്നാന്ന് വെച്ചാൽ മുറ്റത്ത് പോയി അവൻ ഉരുണ്ട് മറിഞ്ഞ് കിടന്നു. അപ്പം ഞാൻ കിടന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ മുറ്റത്ത് പോയി ഉരുണ്ട് മറിഞ്ഞ് മണ്ണൊക്കെ പറ്റി ആകെ ആ ഒരു വേഷം മൊത്തം ചെളിയാക്കിയത് കൊണ്ട് ചേട്ടൻ തന്നെ മാറിക്കൊടുത്താണ് കേട്ടോ വേറെ വേഷം. അതിന് ശേഷം എന്നെ ചേട്ടനാണെങ്കിൽ ഒരു പുതപ്പിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഒരു വെള്ളത്തുണി എടുത്ത് മേത്തേക്ക് ഇട്ടു കേട്ടോ. അതിന് ശേഷം കൊച്ചിൻ്റെ കരച്ചിൽ കേട്ടാണ് പിന്നെ ഞാൻ ഏൽക്കുന്നത്. അപ്പോൾ തൊട്ടിയിൽ ഞാൻ ഉറക്കിയിട്ടാണ് ഞാൻ കിടന്നത്. കാരണം എനിക്ക് അത്രയും പോലും വയ്യായിരുന്നു. ഞാൻ തീരെ തളർന്നു പോയി കേട്ടോ. ഇത് ഞാൻ കുറച്ച് ഭാഗമായിട്ടാണ് കേട്ടോ വീഡിയോയിൽ എടുത്തേക്കുന്നത്. കാരണം ഒരുപാട് നേരം ഒരു 3-4 മണിക്കൂറോളം ഞാൻ കിടന്നായിരുന്നു. അതിന് ശേഷം ചെറുതായിട്ടൊന്ന് വേദന മാറി. എന്താണെന്ന് വെച്ചാൽ ഞാൻ സഹിക്കാൻ പറ്റാണ്ട് വന്നപ്പോൾ ചേട്ടനോട് പറഞ്ഞ് ഞാൻ ആ ഒരു മുറിവിൻ്റെ ഭാഗത്തൊക്കെ ഓരോ സിസേറിയൻ ചെയ്ത ഭാഗത്തൊന്ന് ചൂട് വെക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ചേട്ടൻ പിന്നെ വേഗം പോയി വെള്ളമൊക്കെ തിളപ്പിച്ച് നല്ലപോലെ ചൂട് പിടിച്ചായിരുന്നു കേട്ടോ. വയറിനും ആ ഒരു സിസേറിയൻ ചെയ്ത ഭാഗത്തൊക്കെ നല്ലവണ്ണം ചൂട് പിടിച്ചായിരുന്നു. ഒരു 10-15 മിനിറ്റോളം നല്ലപോലെ ചൂട് പിടിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഒന്ന് തിരിഞ്ഞ് കിടക്കാൻ എന്നെക്കൊണ്ട് പറ്റിയത്. കാരണം അത്രയ്ക്ക് പോലും എനിക്ക് പറ്റത്തില്ലായിരുന്നു. അത് പറയാൻ പറ്റത്തില്ല. എന്തൊക്കെ വിഷമാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല കേട്ടോ. അതുപോലത്തെ വേദനയായിരുന്നു. പിന്നെ ഒരുവിധം ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കൊച്ചിൻ്റെ കരച്ചിലും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റാണ് കേട്ടോ. എഴുന്നേറ്റിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ കാൽച്ചോട്ട് അമ്പാടി ഇരിപ്പുണ്ട്. അമ്പാടി ഇരുന്ന് കളിക്കുവാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഒരുപാട് നേരം കിടന്നതിനൊക്കെ ശേഷം ഞാൻ പിന്നെ ഒരുവിധം എഴുന്നേറ്റ് കൊച്ചും കിടന്ന് കരച്ചിലായിരുന്നു. ചൂടും ഒക്കെ കൊണ്ട് പിന്നെ അവൻ്റെ ഉടുപ്പൊക്കെ ഒന്ന് മാറിച്ച് കേട്ടോ. ഞാൻ ഉടുപ്പൊക്കെ മാറിച്ചിട്ട് രാവിലെ തന്നെ കുളിപ്പിച്ചതാണ്. അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് ഇപ്പോൾ ഒരു 12:45 ആയിട്ടുണ്ട് കേട്ടോ സമയം. പിന്നെ അവൻ്റെ മേലും മുഖവും കൈയും കാലും ഒക്കെ വൈപ്സ് ഇട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം അവനെ കിടത്തിയേക്കുവാണ് കേട്ടോ. അപ്പം അമ്പാടി മുറ്റത്ത് പോയിട്ട് ആ ചെളിയിലൊക്കെ കയറി ഇങ്ങനെ മണ്ണൊക്കെ ഇട്ട് മേത്തൊക്കെ ഇങ്ങനെ പെരട്ടി, അതായത് മണ്ണൊക്കെ വാരിയിട്ട് ഉടുപ്പയിലും പാൻറ്റയിലും ഒക്കെ തേച്ച് വെച്ചതുകൊണ്ട് ചേട്ടൻ പോയി വേറെ വേഷമൊക്കെ മാറിച്ചായിരുന്നു കേട്ടോ അമ്പാടീനെ. അതിന് ശേഷം എനിക്ക് ഒട്ടും പറ്റണില്ല. അതായത് വേദന അങ്ങ് കുറവുണ്ട്, എന്നാലും ഇങ്ങനെ ഈ ചുളി കുത്തും പോലെയുള്ള വേദന കേട്ടോ. പിന്നെ എനിക്ക് ചോറൊന്നും കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. അപ്പം ഞാൻ പോയിട്ട് പാല് എടുത്തിട്ട് കുറച്ച് ചായ ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കാമെന്ന് കരുതി കേട്ടോ. കാരണം ചൂട് ചായ ചെല്ലുമ്പോഴത്തേക്കും കുറച്ചും കൂടി ആശ്വാസം കിട്ടുമല്ലോ എന്ന് ഓർത്ത്. ഇപ്പോൾ ഒരു സമയം 12:45 കഴിഞ്ഞ് കേട്ടോ. പിന്നെ 2-3 റസ്ക്കും എടുത്തു. പിന്നെ കുറച്ച് ലേസ്, അത് അമ്പാടിക്ക് വേണ്ടിയിട്ട് ഞാൻ പൊട്ടിച്ച് പാത്രത്തിൽ ഇട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ അമ്പാടി ഒരു സ്റ്റൂളും ചിരവയൊക്കെ തള്ളിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു സ്റ്റൂളിൻ്റെ പുറത്ത് ഒരു ചിരവ വെച്ചിട്ട് ഇങ്ങനെ വണ്ടിയായിട്ട് ഇങ്ങനെ ഉന്തിക്കൊണ്ട് വരുവാണ് കേട്ടോ. അപ്പോൾ ലേസ് കണ്ടപ്പോഴത്തേക്കും അവൻ നേരെ കട്ടിലോട്ട് ചാടിക്കയറി. അപ്പോൾ എനിക്ക് തോന്നി ആ ചായ മറിച്ച് കളയുമെന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് അത് മാറ്റി കേട്ടോ. അന്നേരം പിന്നെ ആ സ്റ്റൂളിലോട്ട് വെക്കാമെന്ന് കരുതി. അന്നേരം അതിൻ്റെ പുറത്ത് ചിരവയൊക്കെ കയറ്റി വെച്ചേക്കുവാണ് കേട്ടോ. തൊട്ടപ്പുറത്ത് കൊച്ചും കൂടെ കിടക്കുന്ന ചൂട് ചായ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് പേടി കട്ടിലേ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനാണെങ്കിൽ ആ സ്റ്റൂളിൻ്റെ പുറത്തിരുന്ന ചിരവയൊക്കെ അങ്ങ് മാറ്റി കേട്ടോ. അമ്പാടി ചോദിക്കുമായിരുന്നു, ഇത് എന്നതാ അമ്പാടി, ഇത് എന്തിനാ ഇതും വലിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ മാറ്റിയിട്ട് പിന്നെ അവിടെ ഇരുന്ന് സ്റ്റൂളേൽ ഞാൻ ആ ചായയൊക്കെ വെച്ചിട്ടിരുന്ന് കുടിക്കുവാണ് കേട്ടോ. അമ്പാടിക്ക് ലേസ് എന്ന് വെച്ചാൽ ഭയങ്കര കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ലേസൊക്കെ കഴിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ഇങ്ങനെ ലേസ് മേടിച്ച് കൊടുക്കത്തില്ല കേട്ടോ. കാരണം ഇങ്ങനെ പിള്ളേർക്ക് ലേസ് കഴിക്കാൻ പാടില്ല എന്നിങ്ങനെ കേട്ടേക്കുന്നത് കൊണ്ട് ലേസ് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ ഇടയ്ക്ക് അവനെയും കൊണ്ട് കടയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ലേസ് ഇങ്ങനെ തൂങ്ങിക്കിടക്കണം കാണുമ്പോഴത്തേക്കും ലേസ് വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കുമ്പോഴത്തേക്കും മേടിച്ച് കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ, ഒരു പാക്കറ്റൊക്കെ.
അപ്പോൾ കഴിഞ്ഞ ദിവസം കടയിൽ മിഠായിയും പിന്നെ കുറച്ച് ബിസ്ക്കറ്റും അങ്ങനെയൊക്കെ വാങ്ങാനായിട്ട് പോയപ്പോഴത്തേക്കും ലേസ് കണ്ട് അങ്ങനെ 2 പാക്കറ്റ് വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനതെടുത്ത് ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. കാരണം എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് കഴിക്കണ്ടല്ലോ എന്നോർത്ത് അതെടുത്ത് ഞാൻ മാറ്റി വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ എന്താ പറയണേ, എപ്പോഴും ഇങ്ങനെ തെര ചോദിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഞാനാണെങ്കിൽ എന്നാൽ കൊടുത്തേക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ചായ കുടിക്കാതിരുന്നപ്പോഴത്തേനും ഒരു പാക്കറ്റ് പൊട്ടിച്ചേരാ പാത്രത്തിലിട്ടേക്കുവാണ് കേട്ടോ. ലേസ് ഉള്ളത് കൊണ്ട് ആൾ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഓരോന്നൊക്കെ എടുത്ത് കഴിക്കും. അതിന് ശേഷം അതെല്ലാം ഇങ്ങനെ പൊടിച്ച് കട്ടിൽ മുഴുവൻ ഇടും കേട്ടോ. അവനിങ്ങനെ അതെല്ലാം കണ്ടോ വാരി എടുത്തിട്ട് ഇങ്ങനെ കൈ പിടിച്ച് ഞെരടിയിട്ട് കട്ടിൽ മൊത്തം തൂത്ത് വെക്കും. ഇതൊക്കെയാണ് അവൻ്റെ പണി കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വഴക്കൊക്കെ പറഞ്ഞാണ് ഒരുവിധം അവിടെ നിർത്തിയേക്കണം കേട്ടോ. അപ്പോൾ ഇത് റിസ്ക്കൊക്കെ എടുത്ത് കട്ടിലേക്കൂടെ ഇങ്ങനെ അടുക്കി വെക്കുവാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം ഞാൻ ഈ ഒരു ഉച്ച സമയത്തൊന്നും ഒന്നും കഴിച്ചിട്ടില്ല. ഈ ഒരു ചായയും കുടിച്ച് ആ ഒരു 2-3 റസ്ക്കും തിന്നല്ലാണ്ട് ചോറൊന്നും കഴിച്ചില്ല കേട്ടോ. ഇനി എനിക്ക് ആ ഒരു പെയിനൊക്കെ ഒന്ന് മാറി ഒന്നുകൂടി ഒന്ന് മേലൊക്കെ ഒന്ന് കുളിച്ചതിനൊക്കെ ശേഷം വേണം. കാരണം എനിക്കിങ്ങനെ പീരീഡ്സൊക്കെ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് മേല് കുളിച്ചില്ലെങ്കിൽ എനിക്കൊരു ഭയങ്കര ഒരു ഈർച്ചയാണ്. പിന്നെ എന്തൊക്കെയോ പിന്നെ നമുക്ക് ആരോടും മിണ്ടാനും സംസാരിക്കാനും ഒന്നിനുമുള്ളൊരു മൂഡില്ല കേട്ടോ. പിന്നെ അങ്ങനെ കുറേ നേരം അങ്ങനെ അമ്പാടിയായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഇതിന് ശേഷം പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് മുന്നോട്ട് വീഡിയോ എടുക്കാനുള്ളൊരു ഇതില്ലായിരുന്നു. കാരണം ഡേ ഇൻ മൈ ലൈഫ് ഒരു ഫുൾ ലോങ് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞാണ് വെളുപ്പിന് അത്രയും നേരത്തെ എഴുന്നേറ്റ് അന്നേരം തൊട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങിയത് കേട്ടോ. പക്ഷേങ്കിൽ കുറേ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ആകപ്പാടെ വീണുപോയി. കുറേ തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു, കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. ഞാൻ വീണ് പോയതുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ ആ സൈഡിൽ വന്നിട്ട് കുഞ്ഞാവ് ഭയങ്കര വഴക്കാണ് എന്ന് പറയുമായിരുന്നു. പിന്നെ ഞാൻ അവനെ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് അവനെ എടുക്കാൻ പോലുള്ള ശേഷി ആരോഗ്യമൊന്നും ഇല്ല. കാരണം മൊത്തം തീർന്നു, ആരോഗ്യം മൊത്തം പോയി. ഇത്രയും വേദന എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവനെ എനിക്ക് തോന്നുന്നത് ഇത്രയും വർഷത്തിനിടയ്ക്ക് എനിക്ക് ഇതുപോലൊരു വേദന വന്നിട്ടില്ല കേട്ടോ. ഇങ്ങനൊരു ഇതുപോലെ വീണ് പോണ വേദന സിസേറിയൻ 2 തവണ ചെയ്തിട്ട് പോലും എനിക്ക് തോന്നുന്നത് ഇത്രയും വേദന ഞാൻ തിന്നിട്ടില്ല. ഇതെന്താണെന്നറിയില്ല. എനിക്ക് ഇങ്ങനെ സാധാരണ പീരീഡ്സിന് എല്ലാവർക്കും വയറിന് വേദനയാണ് വരുന്നത്. പക്ഷേ എനിക്ക് വയറിനല്ല, എനിക്ക് ആ ഒരു മുറിവിൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഭയങ്കര ഊത്തലും വേദനയും. പക്ഷേ എനിക്കങ്ങനെ എന്താ പറയുക ഒരുപാടങ്ങ് ബ്ലീഡിങ് ഒന്നും ഇല്ല കേട്ടോ. ആദ്യത്തെ ദിവസം 2 ദിവസം, 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം നല്ലപോലെ ഉണ്ട്. പക്ഷേ ആദ്യത്തെ ദിവസം എനിക്ക് ഒട്ടും അങ്ങനെ ഇല്ല, ചെറുതായിട്ടൊക്കെ ഉള്ളൂ. പക്ഷേ എങ്കിൽ ഇത്രയ്ക്കും വേദന വന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്. അയ്യോ മടുത്തു പോയി ഞാൻ. കാരണം എനിക്കൊന്ന് തിരിയാനും മറിയാനും മിണ്ടാനും ഒന്നും പറ്റാത്തൊരവസ്ഥയായിപ്പോയി കേട്ടോ. ശരിക്കും ചത്തു പോണ ഒരു ഫീലിങ്. എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല. അത്രയ്ക്കും ഞാൻ അധപ്പതിച്ച് പോയൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. അങ്ങനെ പിന്നെ വാവ ഇങ്ങനെ ഞങ്ങൾ കഴിക്കാനൊക്കെ നോക്കിയിരുന്നപ്പോൾ ഞാൻ ആ ഒരു റിസ്ക് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആ കുപ്പിക്കകത്ത് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടപ്പിലിങ്ങനെ കുറച്ചെടുത്തിട്ട് അതിൽ മുക്കി കൊടുക്കുകയാണ് കേട്ടോ. പാൽ ചായയിൽ മുക്കി കൊടുത്തില്ല കേട്ടോ. പാലൊന്നും ഇപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം പാൽ ചായയൊന്നും ഇപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ 7 മാസം ആയിട്ടേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ ആ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ മുക്കി കുറച്ച് റിസ്ക് കൊടുത്തു കേട്ടോ. ആൾ കഴിക്കാറൊന്നും ആയില്ല. നമ്മൾ പിന്നെ ചോറ് കൊടുത്തെങ്കിലും ഞാനങ്ങനെ ചോറൊന്നും കൊടുക്കാറില്ല കേട്ടോ. ഇപ്പം കുറുക്ക് മാത്രമാണ് കൊടുക്കുന്നത്. പിന്നത്തെ വീഡിയോ ഞാൻ എടുക്കുന്നത് ഒരു 4 മണിക്ക് ശേഷമാണ് കേട്ടോ. പിന്നെ വീണ്ടും ഞാൻ പോയി കിടന്നിട്ട് എഴുന്നേറ്റത് 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ്. അതിന് ശേഷം ഞാൻ വന്നിരുന്ന് ചോറ് കഴിക്കുവാണ് കേട്ടോ. ചോറ് ഞാൻ ഉരുളിക്കകത്ത് കഴിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇത് ഞാൻ രാവിലെ ഞാൻ ക്യാരറ്റും ബീൻസൊക്കെ കൂടി മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അനിയന് ചോറ് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ആ ഒരു പാത്രത്തിൽ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എല്ലാവരും ചേട്ടനും അമ്മയൊക്കെ ഉച്ചയ്ക്ക് എടുത്തിട്ട് പിന്നെ കറി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ കുറച്ച് കറി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നാൽ അതിലേട്ട് ചോറിട്ട് കഴിക്കാമെന്നല്ലോ എന്നോർത്ത് ഞാൻ പിന്നെ 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് കേട്ടോ, 4-4:30 ആയെന്ന് തോന്നുന്നു. അന്നേരമാണ് ഞാൻ പിന്നെ ഇരുന്ന് ചോറ് കഴിക്കുന്നത് കേട്ടോ. അപ്പം ചേട്ടൻ എനിക്ക് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് തന്നു. കാരണം അന്നേരം ആ ഒരു 12:45 ആയപ്പോഴത്തേക്കും ഞാൻ റസ്ക്കും ചായയും കഴിച്ചിട്ട് വീണ്ടും ഞാൻ കിടന്നിട്ട് എഴുന്നേറ്റത് ഈ ഒരു സമയത്താണ് കേട്ടോ. കാരണം അത്രയ്ക്ക് ക്ഷീണമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദന ഇങ്ങനെ കുത്തി വരുന്നതുകൊണ്ട് എനിക്ക് എന്താ പറയണേ വേറെ ജോലികളോ ഒന്നും ചെയ്യാനുള്ള ഒരു മൂഡ് വന്നില്ല കേട്ടോ. ഇങ്ങനെ അങ്ങ് വീണ് പോയി അങ്ങോട്ട്. പിന്നെ പിള്ളേർ 2 പേരെയും പിന്നെ അമ്പാടിക്ക് കാത്തുമൊക്കെ വെച്ച് കൊടുത്ത് വാവേനെയും വീണ്ടും പാലൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കിയതിന് ശേഷം ഞാനും അങ്ങ് കയറി കിടന്നിട്ട് ഞാൻ എഴുന്നേറ്റ് വന്നൊരു സമയമാണ് കേട്ടോ ഇത്.
അതിന് ശേഷം പിന്നെ ഞാൻ ഇവിടെ തറയിൽ വന്നിരുന്ന് കഴിക്കുവാണ് കേട്ടോ. എനിക്ക് ഇപ്പം എൻ്റെ മിക്ക വീഡിയോസിലും ഞാൻ കട്ടിലിരുന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അപ്പം ഞാനെന്നാൽ തറയിലിരുന്ന് കഴിക്കാമെന്ന് കരുതി അങ്ങനെ തറയിൽ ഇരുന്നിട്ട് കഴിക്കുവാണ് കേട്ടോ. ഇവിടെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി ആയിട്ട് വീഡിയോ ഒക്കെ കിട്ടുന്നത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ട്രൈപോഡ് ഇങ്ങനെ തീരെ ചുരുക്കി വെച്ചിട്ടിരുന്ന് കഴിച്ചു കേട്ടോ. അതിന് ശേഷം ഞാൻ പിന്നെ വേറെ എന്തോ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേട്ട് പോയി കേട്ടോ. പുറത്തിറങ്ങിയിട്ട് അവിടെ പോയിരുന്ന് പഴയ അടുക്കളയിരുന്ന് കഴിക്കുവാണ് കേട്ടോ. കാരണം അവിടെ ചേട്ടൻ പാത്രം കഴുകുന്നുണ്ട് കേട്ടോ. അപ്പം ചേട്ടനോടും കൂടെ വർത്തമാനം പറഞ്ഞിരുന്ന് കഴിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അവിടെ പോയിരുന്ന് കഴിക്കുവാണ്. ഇടയ്ക്ക് ഞാൻ പുറത്തോട്ടിറങ്ങി പോന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ അടുക്കള. ഇവിടെയാണ് കേട്ടോ ചോറൊക്കെ ഉണ്ടാക്കണേ. അപ്പോൾ ഇവിടെ ഇരുന്നാണ് പിന്നെ ബാക്കി ഫുഡ് ഞാൻ ഒന്ന് കഴിച്ച് തീർത്തേട്ടോ. പിന്നെ അങ്ങനെ അധികം വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഒരു ലോഡ് പാത്രം കഴുകാനുണ്ട് കേട്ടോ. അതിൽ കുറേ അമ്മ കഴുകി വെച്ചു, പിന്നെ ബാക്കി കുറേ ചേട്ടൻ കഴുകുവാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് കഴുകുവാണ്. അപ്പം ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. എന്നാ കൊച്ചിൻ്റെ പാത്രമൊക്കെ കഴുകണ കാര്യം. പിന്നത്തെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ വൈകിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. പിന്നെ വൈകിട്ട് പോയി തല നനച്ച് ഒന്ന് കുളിച്ച് അതിന് ഒരു 7:30 ആയിട്ടോ ഇപ്പം. അതിന് ശേഷം വന്നിരുന്ന് ഞാൻ കുറച്ച് ചോറെടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ പിള്ളേരെയൊക്കെ ഉറക്കിയതിന് ശേഷം ഞാനും കയറി കിടന്നായിരുന്നു കേട്ടോ. പിന്നെ വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.